ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഒരു പംകിൻ ബ്രൗൺസി ഐ മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോണേ. ഇവിടെ ഇപ്പോൾ ഫോൾ സീസണാണ്, അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വിതൗട്ട് ഫർദർ ഡിലേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഐ മേക്കപ്പാണ് ഞാനിന്ന് മെയിനായിട്ട് ചെയ്യണേ. അതിന് മുമ്പ് ഞാൻ ഐബ്രോ ഒരു സാധാ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഐബ്രോ തുടങ്ങുന്ന ഭാഗത്തൊന്നും ചെയ്യണില്ല. ഐബ്രോൻ്റെ ആർച്ച് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് ഡാർക്കൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാനൊരു സ്പൂളി വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ എക്സസീവ് പ്രൊഡക്ട്സ് ഒക്കെ പോയിട്ട് ഓക്കെ ആവും. ഐബ്രോ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് ഞാൻ ഒരു അനബലിൻ്റെ ബ്രോ കിറ്റ് വെച്ചിട്ട് അവിടെ ഒന്ന് ഫില്ല് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് കിട്ടില്ല. നമുക്കറിയില്ലേ, ഇങ്ങനെ ഐബ്രോ പെൻസിൽ വെച്ച് എഴുതി കഴിഞ്ഞ് കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു ലുക്കാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഭാഗം ഒഴിവാക്കിയിട്ട് അവിടെ ഈ ഒരു ഗ്രേ ഐ ഷാഡോ വെച്ചിട്ടാണ് ഫില്ല് ചെയ്തിരിക്കണേ. നിങ്ങൾക്ക് അപ്പം ഐ ഷാഡോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് എമൗണ്ട് മാത്രം ഉപയോഗിച്ചിട്ട് ഒന്ന് ആ ഭാഗം ഒന്ന് വിരൽ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുത്താലും മതി. അതിനുശേഷം ഞാനൊരു കൺസീലർ ഉപയോഗിക്കുകയാണ്. ഇത് ലോറിയലിൻ്റെ കൺസീലറാണ്. എന്നിട്ട് ഞാൻ ആ ഐബ്രോ ഒന്ന് ക്ലീൻ ചെയ്യാണ് അതിൻ്റെ ചുറ്റുമൊക്കെ. അപ്പോൾ നമുക്ക് ഐ മേക്കപ്പ് തുടങ്ങാം. അതിന് തൊട്ട് മുമ്പ് ഞാൻ ആ സെയിം കൺസീലർ കണ്ണിൽ നന്നായിട്ട് ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യണം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കണ്ണിന് ചുറ്റും. അപ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള അൺഈവൻ സ്കിൻ ടോണും അണ്ടർ ഐ ഡാർക്ക്നെസ്സൊക്കെ കവർ ചെയ്യും. അതിനുശേഷം ഞാൻ ഫിറ്റ്മിയുടെ ലൂസ് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാണ്. അപ്പം ഇത് നിങ്ങൾ ഐ ഷാഡോ ലവറാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലോലെസ് ലുക്ക് കിട്ടില്ല. അതുപോലെ നമ്മളത് വർക്കൗട്ട് ചെയ്തെടുക്കാനും അത്ര എളുപ്പം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. ഞാനിന്ന് മോർഫിയുടെ 350 പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. നല്ല കളർ റേഞ്ചുള്ള ഒരു പാലറ്റാണിത്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന നല്ല കളർ ഷെയ്ഡുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഒരു കളർ എടുത്തിട്ട് എൻ്റെ ലിഡിലും ക്രീസിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ഒരു ട്രാൻസിഷൻ ഷെയ്ഡായിട്ടാണ് ഇത് യൂസ് ചെയ്യണം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. സമയം എടുത്തിട്ടാണ് ഞാനത് ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പും. വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് ഫാസ്റ്റ് ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. അതിനുശേഷം ഞാൻ അതിനേക്കാൾ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ സെയിം അപ്ലൈ ചെയ്ത ഭാഗത്തൊക്കെ ഒന്നും കൂടി അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു പീച്ച് ബ്രൗൺസി ഐ മേക്കപ്പ് ലുക്കാണ് ചെയ്യണേ. അപ്പം അതുകൊണ്ട് ഞാനൊരു പീച്ച് ഓറഞ്ച് ഷെയ്ഡുള്ള ഈ കളറാണ് യൂസ് ചെയ്യണേ കേട്ടോ. അപ്പം ഞാനൊരു ഫ്ലഫി ബ്രഷ് ഉപയോഗിച്ചിട്ട് അത് ഞാൻ മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ക്രീസ് ഏരിയയിലേക്കാണ്. അതുപോലെ നമ്മളിപ്പം ഐ ഷാഡോ ബ്രഷ് ആണ് യൂസ് ചെയ്യുമെങ്കിലും ഏത് ബ്രഷ് ആണെങ്കിലും നമ്മൾ ഇപ്പം ഐ ഷാഡോ യൂസ് ചെയ്യണമെങ്കിൽ ആ ബ്രഷ് നമ്മൾ മിഡിൽ പാർട്ടിൽ പിടിക്കുമ്പം കൂടുതലും ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് ആ കളർ അവിടെ ആവാൻ സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ ടിപ്പിലാണ് നമുക്ക് കുറച്ച് കളർ മതിയെന്നെങ്കിൽ നമ്മളതിൻ്റെ ടിപ്പാകത്തേക്ക് പിടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നല്ലൊരു കൺട്രോൾ കിട്ടും. അപ്പം ഞാൻ വേറെ ഒരു ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് സെയിം ഷെയ്ഡ് തന്നെ എടുക്കുകയാണ്. പിന്നെ എന്നിട്ട് ആ ഷെയ്ഡ് ഞാൻ എൻ്റെ ഔട്ടർ വീല് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പം മെയിൻ പ്രൊഡക്റ്റ് ഔട്ടർ വീയുടെ ഭാഗത്ത് പാക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എന്നിട്ട് അത് മെല്ലെ ഗ്രാജുവലി നമ്മളത് വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ലിഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഞാനിപ്പം പറയുന്ന പോലെ ടൈം എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് അത് പാച്ച് പോലെ തോന്നും. അപ്പം അതിനുശേഷം ഞാൻ ഇനി അതിനേക്കാളും കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഈ ഷെയ്ഡാണ് ഞാൻ അടുത്ത് ഉപയോഗിക്കാൻ പോണത്. അത് എന്നിട്ട് ഞാൻ എൻ്റെ ഔട്ടർ വീലും അതുപോലെ തന്നെ ലിഡിലേക്കും കൂടി എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പം ലിഡിലേക്ക് നമുക്ക് ഈ ഓറഞ്ച് ഷെയ്ഡും ഒരു ആംബർ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോഴാണ് ആ വിങ് ഐലൈനറൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്യാറ്റ് ഐസൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു ലുക്ക്. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐ ഷാഡോ ഷീൽഡോ അല്ലെങ്കിൽ ഒരു സെല്ലോ ടൈപ്പോ നമുക്ക് ഇവിടെ ഒട്ടിക്കാം കേട്ടോ. അതായത് ആ ഒരു പെർഫെക്റ്റ് ഷാർപ്പ് ഔട്ടർ വി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഞാനപ്പം ആ കളർ നന്നായി പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഔട്ടർ വീയിലും അവിടെ നന്നായിട്ട് ഒരു റൗണ്ട് മോഷനിൽ അപ്ലൈ ചെയ്ത ശേഷം അത് നേരെ ലിഡിലേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം കളറ് വേണോ അത്രയും മാത്രം പ്രൊഡക്റ്റ് എടുത്തിട്ട് പിന്നെയും ആ ഏരിയയിൽ പാക്ക് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അടുത്ത് ഞാൻ ഒരു ചെറിയ ബ്രഷ് എടുത്തിട്ട് നമ്മുടെ ഷിമ്മർ, അതായത് ബ്രോൺസി
ഷിമ്മർ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷിമ്മർ ഷെയ്ഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബ്രഷാണ് ഇവൻ യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊന്ന് വെറ്റ് ചെയ്തിട്ട് നമ്മളതൊന്ന് നനച്ച ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ കളർ നന്നായിട്ട് അവിടെ പാക്കാവും, നല്ലൊരു ഫിനിഷ് കിട്ടും. ഈവൻ ബ്രഷ് ഇല്ലെങ്കിൽ നിങ്ങൾ ഫിംഗർ ഉപയോഗിക്കുകയാണ് ഷിമ്മർ ഷെയ്ഡുകൾക്ക് ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഷിമ്മർ ഷെയ്ഡ് സെൻറ്ററിൽ അപ്ലൈ ചെയ്യുന്നു. സെൻറ്ററിൽ ചെയ്യുമ്പോൾ നല്ല ഒരു ഹൈലൈറ്റിംഗ് ഇഫക്റ്റ് കിട്ടും. എന്നിട്ട് അത് നമ്മളുടെ ബാക്കിയുള്ള ഭാഗത്തേക്കും കൂടി ഞാൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വേറൊരു ബ്രഷ് എടുത്തിട്ട് ഞാൻ എൻ്റെ ലോവർ ലാഷ് ലൈനും കൂടി സെയിം ഷാഡോസ് വരച്ചു കൊടുക്കുകയാണ്. എന്നാലാണ് ആ ഒരു ഐ ലുക്ക് നമുക്ക് ഐ ഷാഡോൻ്റേത് കംപ്ലീറ്റ് ആവുള്ളൂ. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഉണ്ടോ, നിങ്ങൾക്ക് മുകളിൽ മാത്രമാണെങ്കിൽ അതായാലും മതി, പക്ഷേ ഔട്ടറും കൂടി നമ്മൾ ചെയ്യുമ്പോഴാണ് ആ കംപ്ലീറ്റ് ലുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒരു ഫൈനൽ ആയിട്ട് എല്ലാ ഭാഗത്തും ക്രീസിലും ഒക്കെ കളർ ഒന്നും കൂടി നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഐ ഷാഡോ ഫിനിഷായി. ഞാനപ്പം ഒരു മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അതിന് ലോറിയലിൻ്റെ ബ്ലാക്കസ്റ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജെൽ ഐലൈനർ ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ വിങ് ലൈനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഇപ്പം നമ്മൾ ഔട്ടർ വീഡോയുടെ ചെറിയൊരു വിങ് ക്രിയേറ്റ് ചെയ്യാണ്. ഞാൻ എൽഫിൻ്റെ ഐലൈനർ ആങ്കിൾ ബ്രഷാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. തിന്നായിട്ടുള്ളൊരു ആങ്കിൾ ബ്രഷാണ്. അപ്പോൾ നമുക്ക് ഐലൈനറൊക്കെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാനപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എൻ്റെ അപ്പർ ലാഷ് ലൈൻ ഞാൻ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒത്തിരി കട്ടിക്കല്ല, അതായത് നമ്മളുടെ ടിയർ ഡാക്റ്റിൻ്റെ അവിടെ നിന്ന് വളരെ നേർത്ത ലൈനും എന്നാൽ ഔട്ടർ വീട് അവിടെ എത്തുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് ഉള്ള വിങ്ങാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമ്മളൊരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക, എന്നിട്ട് പിന്നെ അത് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ അത് നിങ്ങൾക്ക് എത്രത്തോളം ഡാർക്കായിട്ട് വേണോ അത്രത്തോളം ഷെയ്ഡ് ഡാർക്ക് ചെയ്യും. അടുത്തത് ഞാൻ അനബലിൻ്റെ ഒരു ഐ പെൻസിൽ ഉപയോഗിച്ചിട്ട് വാട്ടർ ലൈൻ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മുകളിലെ വാട്ടർ ലൈൻ വരച്ച് കൊടുക്കുകയാണ്. അപ്പം മുകളിലെ വാട്ടർ ലൈൻ വരയ്ക്കാൻ നിങ്ങൾ വിട്ടുപോകരുത്, അത് എന്തായാലും വരയ്ക്കണം. അപ്പം അത് നല്ലൊരു ബ്രൈറ്റ്നെസ് കൊടുക്കും നമ്മുടെ ഐന്. അതിനുശേഷം ഞാൻ സെയിം തന്നെ ജെൽ ഐലൈനർ വെച്ചിട്ട് കണ്ണിൻ്റെ അടിഭാഗത്ത് സെയിം ബ്രഷ് വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ്. അതുപോലെ കോർണറും വരച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലെയും. അടുത്ത് ഞാനൊരു ഐലാഷ് കളർ വെച്ചിട്ട് ഐലാഷ് കേൾ ചെയ്യാണ്. നിങ്ങൾക്കിപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യണം. ലാഷ് പാരഡൈസ് മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മസ്കാര ഉണ്ടെങ്കിൽ ആ ഒരു പാകം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, നമ്മുടെ കണ്ണിന് നല്ല ഒരു ഡിഫറൻസ് വരുത്തിക്കും. സോ ഞാൻ എൻ്റെ ലോവർ ലാഷിലും അപ്പർ ലാഷിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് എൻ്റെ ബ്രോ ബോൺ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണ്, ഒരു ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട്. അതുപോലെ നമ്മളുടെ ഇന്നർ കോർണറും ഹൈലൈറ്റ് ചെയ്യാണ്. അപ്പം നമ്മുടെ ഐ മേക്കപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഞാൻ എൻ്റെ അപ്പുറത്തെ കണ്ണും കൂടി ചെയ്തിട്ട് വരാം. അതുപോലെ എൻ്റെ മേക്കപ്പ് ഏകദേശം നമുക്ക് ഓൾ മേക്കപ്പ് ലുക്ക് ഫിനിഷ് ചെയ്യാം. സോ അപ്പോൾ ഞാൻ രണ്ട് കണ്ണും എഴുതി. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ്. 230 ആണ് എൻ്റെ ഷെയ്ഡ്. അപ്പോൾ ഇതൊരു ബ്രോൺസി ഐ മേക്കപ്പ് ആണല്ലോ, അപ്പോൾ അതിന് മാച്ചായിട്ട് ഞാൻ ബ്രോൺസറാണ് യൂസ് ചെയ്യണേ. ഇത് റിമൽ ലണ്ടൻ്റെ സൺലൈറ്റ് എന്ന് പറയുന്ന വാട്ടർ പ്രൂഫ് ബ്രോൺസറാണ്. അപ്പോൾ നമുക്ക് ഒരു ബ്രോൺസി ലുക്ക് കിട്ടും. അപ്പം ഇതൊരു സൺ കിസ്ഡ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടോട്ടൽ നമ്മുടെ ചെയറിന് നന്നായിട്ട് മാച്ച് ചെയ്യും. കംപ്ലീറ്റ് ഐ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വിങ് ലാഷസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നിട്ട് മെബ്ലൈൻ്റെ ടച്ച് ഓഫ് സ്പൈസ് എന്ന് പറഞ്ഞിട്ടുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യണേ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ഗ്ലോസ് ഒരു പീച്ച് ഷെയ്ഡാണ്. ഇത് മെബ്ലൈൻ്റെ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ലിപ് ഗ്ലോസ് ഷെയ്ഡാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ ബ്രോൺസി ലുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ന്യൂഡ് പീച്ചി ലിപ് ഗ്ലോസ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മളുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയ ഷെയ്ഡാണിത് കേട്ടോ. അപ്പോൾ നമ്മൾ റൂം ലൈറ്റിങ്ങിൽ എങ്ങനെയാണ് ഈ ലുക്ക് ഫിനിഷ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. സോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഓൾ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പിന്നെയും കാണാം. Until then, bye.